ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ ഉപദേശം അവസാനിപ്പിച്ചുകൊണ്ട് മത്താത്യാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 61-ാം വാക്യം അത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന്. ആരും നാണം കെടേണ്ടി വരില്ല. കർത്താവിൽ ആശ്രയിച്ച ഒരാൾ നാണം കെടേണ്ടി വരില്ല എന്ന് മത്താത്യാസ് തൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 64-ാമത്തെ വാക്യം കൂടെ ഒന്ന് അടയാളപ്പെടുത്തണേ. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. മുമ്പിൽ വരാനുള്ളത് യുദ്ധങ്ങളായിരിക്കും, മുമ്പിൽ വരാനുള്ള വലിയ പ്രതിസന്ധിയുടെ ഘോഷയാത്രകളായിരിക്കും. മത്താത്യാസ് പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിപ്പോൾ ചിലപ്പോൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾക്ക് വേണ്ടി ഈ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കുഞ്ഞു ടോക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ പിടിച്ചു നിൽക്കണം. ആരിൽ? ഈശോയിൽ. ആര് നോക്കി നിൽക്കണം? കർത്താവിൻ്റെ വചനത്തെ മാത്രം നോക്കിക്കുക, കർത്താവിൻ്റെ വചനത്തെ ആശ്രയിക്കുക. ബഹുമതി ലഭിക്കുന്നു വെച്ചാൽ ഒത്തിരി അപ്രീസിയേഷൻ കിട്ടുമെന്നല്ല, ഒരു അൾട്ടിമേറ്റ് ബഹുമതിയുണ്ട്. കർത്താവ് തരുന്നുണ്ട്, ലോകം തരുന്നതല്ല. ചിലപ്പോൾ നാളെ ആളുകൾ പറയുമായിരിക്കാം, നീ എങ്ങനെ ഇതിനെയൊക്കെ പിടിച്ചു നിന്നു, വെരി ഗുഡ് എന്ന് പറയുമായിരിക്കും. അതിനു വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവ് എന്നെ നാണം കെടാൻ അനുവദിച്ചില്ല എന്ന് നീ പറയുന്ന സമയത്ത് സ്വർഗം നിന്നെ ബഹുമാനിക്കും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും എന്ന് പറഞ്ഞ ഈശോ മിശിഹാ നിനക്കൊരു ബഹുമതി തരും.